നമസ്കാരം. തിരുവോണമൊക്കെ കഴിഞ്ഞു. ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണിത്. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ഇന്നിവിടെ പറയുന്നത് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരു നല്ല കാലം പിറന്നു കഴിഞ്ഞു. ഇവരുടെ സന്തോഷകരമായിട്ടുള്ള നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ദുഃഖം ലവലേശം പോലുമില്ലാതെ ഈ നക്ഷത്ര ജാതകർക്ക് ധനലാഭവും വ്യാപാര അഭിവൃദ്ധിയും ഉണ്ടാകും. അനുകൂലമായ സമയം കൊണ്ട് വളരെയേറെ നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കും. ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. വരുന്ന 15 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഏകദേശം 1 വർഷക്കാലം നിലനിൽക്കും. അതായത് ഈ 15 ദിവസം മുതൽ 1 വർഷക്കാലത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവം ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. അപമാനിച്ചവരും സങ്കടപ്പെടുത്തിയവരുമൊക്കെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അത് കണ്ട് ഈ സങ്കടപ്പെടുത്തിയവരൊക്കെ നിശ്ചലമായി നിൽക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. തീർച്ചയായും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അവരാരൊക്കെയാണ്, അവരെന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിൽ ചെയ്താൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. ഇവരിൽ പലർക്കും പല പ്രാവശ്യമായി ലോട്ടറി അടിച്ചിട്ടുണ്ട്, എന്നാൽ അടിക്കാത്തവരുമുണ്ട്. എന്നാൽ ഇനി ഇവർക്ക് ഭാഗ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. അതായത് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്ന് സാരം. ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കണം. മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ ആരാധിക്കുക. ഇവരുടെ സകല സങ്കടങ്ങളും ഒഴിഞ്ഞു കിട്ടും. അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുക. ഞായറാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയിട്ട് തിരിഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലോട്ടറിക്കാരനെ കണ്ടാൽ തീർച്ചയായും ഒരു ലോട്ടറി അയാളെ കയ്യിൽ നിന്ന് എടുത്തു നോക്ക്. ഭാഗ്യം അനുകൂലമാണ്. അപ്പോൾ ഒരു കുഞ്ഞു പ്രൈസെങ്കിലും നിങ്ങൾക്ക് അടിക്കും. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ധനലാഭം, വ്യാപാര അഭിവൃദ്ധി ഒക്കെ വന്നു ചേരുന്ന സമയം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം മാറി മറിയും. ഇവർ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഇവരുടെ സമയം അനുകൂലമാണ്. പുതിയ സുഹൃത്തുക്കൾ ഇവർക്ക് വന്നു ചേരും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യന് ചൊവ്വാഴ്ച ദിവസം പഞ്ചാമൃതം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ധന അഭിവൃദ്ധി വന്നു ചേരാനും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും കാരണമാകും. ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടുന്ന സമയമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അതുപോലെ ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് അത് കിട്ടുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതത്തിനും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ധനപരമായി ഇവർക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയം. തൊഴിൽപരമായ ഉയർച്ചയുടെ കാലഘട്ടം. അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക. പുണർതത്തിന് ലോട്ടറി ഭാഗ്യമുണ്ട്. ഒരു സർക്കാർ ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. ബാങ്കിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയും പുണർതത്തിനുണ്ട്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. ചിലവുകൾ വർദ്ധിക്കും. പുതിയ തൊഴിൽ ഭാഗ്യം ഉണ്ടാകും. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എന്നിരുന്നാലും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല ഭഗവാന് ചാർത്തുക. അത് ഭാഗ്യം വർദ്ധിക്കാനും
ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും കാരണമാകും. ഏതായാലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് തുളസിമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. 5ാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് ഒരു പുതിയ വീട് വയ്ക്കാനുള്ള ആരംഭം കുറിക്കും. പലയിടത്തും അപമാനപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് ഒരു പുതിയ വീട് വാങ്ങാനുള്ള ആരംഭം കുറിക്കും. ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും. ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും. ശനി പ്രീതിക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിച്ച് ലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മി പൂജ കൂടി നടത്തി മുന്നോട്ട് പോവുക. വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. 6ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രത്തിനും ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ മംഗളകാര്യം നടക്കും. പണത്തിനും തൊഴിലിനും ഉയർച്ച വന്നു ചേരുന്ന സമയം. ലോട്ടറി അടിക്കും തീർച്ചയാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മി പൂജ കൂടി നടത്തുക. ഓം നമ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ. പൂരാട നക്ഷത്രത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. 6ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണത്തിന് ധാരാളം പണം ചിലവാകുന്ന സമയമാണ്. എന്നിരുന്നാലും ധാരാളം പണം വന്നു ചേരും. സന്താനഭാഗ്യം ഉണ്ടാകും. ഭാര്യാഭർത്തൃ സുഖമുണ്ടാകും. ഒപ്പം ലോട്ടറിയും അടിക്കും. ശനിപ്രീതിക്കായി എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക. ഗണപതി ഹോമം കൂടി നടത്തുക. തീർച്ചയായും വരാനിരിക്കുന്നത് ലോട്ടറി ഭാഗ്യം തന്നെയാണ്. അടുത്ത നക്ഷത്രം 7ാമത്തെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രം. അത് മറ്റാരുമല്ല, ചതയൻ നക്ഷത്രമാണ്. കാര്യവിജയം നേടുന്ന സമയം. ധന ഉയർച്ചയുണ്ടാകുന്ന സമയം. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും ചതയൻ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ചതയത്തിനി സാധ്യമാകും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഭാഗ്യം ലോട്ടറിയുടെ രൂപത്തിൽ എത്തും. ധാരാളം പണം കൈവരും. വിദേശ തൊഴിലിനുള്ള അനുമതി ലഭിക്കും. ശിവക്ഷേത്രത്തിൽ ശർക്കരപ്പായസം നടത്തി പ്രാർത്ഥിക്കുക. ശംഭോ മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. 9ാമത്തെ നക്ഷത്രം രേവതിയാണ്. ഭാഗ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് രേവതി നക്ഷത്ര ജാതകർ. 2025 ഓഗസ്റ്റ് മാസം കഴിഞ്ഞതോടുകൂടി സകല ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടിയിരിക്കുന്നു. ഒരു വീട് വയ്ക്കാൻ, ആഗ്രഹ സാഫല്യങ്ങൾ നടക്കാൻ ബെറ്ററായ ടൈമാണ്. ഈശ്വരനെ മുറുകെ പിടിക്കുക. ഗണപതി ഭഗവാന് ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. നല്ലതുകൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കഷ്ടകാലങ്ങളൊക്കെ നിങ്ങൾക്കൊഴിഞ്ഞു കിട്ടും. ധനധാന്യ സമൃദ്ധിയോടുകൂടി നിങ്ങൾ ജീവിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഞാനീ പറഞ്ഞ 9 നക്ഷത്ര ജാതകർക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധ്യമാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.